ഇന്ന് ഉച്ചയ്ക്ക് സ്പെഷ്യൽ സദ്യ വേണം. അത് ഏറ്റവും നല്ല സ്ഥലത്തൊന്ന് ഓർഡർ ചെയ്യാനല്ലേ പറഞ്ഞേ? ഇത് ആറ്റുവാശ്ശേരി സദ്യയാണ് മാഡം, വളരെ പ്രസിദ്ധമാണ്. ആറ്റുവാശ്ശേരി സദ്യയോ? അങ്ങനെ ഒരു പേര് ഞാൻ ഇതുവരെ കേട്ടിട്ടില്ലല്ലോ. തന്റെ ഒരു ചെറുവിരൽ അനങ്ങിയാൽ പോലും അതിന്റെ അർത്ഥം എനിക്ക് മനസ്സിലാവില്ലേ പത്മിനി? നമ്മുടെ സ്വർണമൊക്കെ ഉർവശി കൊണ്ടുപോയി അല്ലേ? അതെ, സാറാ മേഡത്തിന്റെ അടുത്ത് കാണുന്ന അവള് പറഞ്ഞത്. അവരാണല്ലോ വീടിന്റെ കടം തീർത്തതും വീടെടുത്തതും. അതിനെന്താ, അവര് ബാങ്കുകാരിൽ നിന്ന് വാങ്ങിച്ചത് ഈ വീടും നമ്മളെയും നമ്മുടെ അഭിമാനത്തെ എല്ലാം കൂടിയല്ലേ? എല്ലാം എടുത്തോട്ടെ, നമുക്ക് നമ്മുടെ വിശ്വാസങ്ങളുണ്ടല്ലോ, നമ്മുടെ മക്കളെക്കുറിച്ചുള്ള പ്രതീക്ഷകളും ഉണ്ടല്ലോ, അത് മതി. ആ മലയിങ്ങത്താ. യാത്ര പോകാൻ പണമില്ലെന്ന് പേടിക്കണ്ട. എൻ്റെ ഒരു പഴയ അക്കൗണ്ടിൽ കുറച്ച് പണം കിടക്കുന്നുണ്ട്. നമുക്ക് പോകാനും വരാനും ഒക്കെ അത് മതിയാവും. ഇത് തൻ്റെ കഴുത്തിൽ തന്നെ ഉണ്ടാവണം, ജീവിതാവസാനം വരെ. എല്ലാം കഴിഞ്ഞ് എന്നെ കിടത്തുമ്പോ താൻ എൻ്റെ അടുത്ത് വരില്ലേ? എന്റെ തലയൊന്ന് ചേർത്ത് പിടിക്കില്ലേ? അപ്പോഴായിരിക്കണം ഈ താലി അവസാനമായിട്ട് എന്റെ മുഖത്ത് തട്ടുന്നത്. എല്ലാം അവസാനിച്ചാലും ചില കൊച്ചു കൊച്ചാഗ്രഹങ്ങൾ കീഴടക്കുമല്ലോ പത്മിനി. അതെങ്കിലും സൂക്ഷിക്കേണ്ടത് നമുക്ക്. എടോ, ഇതേതോ ഷൂട്ടിംഗ് നടക്കുന്ന സ്ഥലമാണല്ലോ, ഇവിടെ തന്നെയാണ് പറഞ്ഞത്. ഇതന്നെ മാപ്പിൽ കാണിച്ചേ. ആള് വരുന്നുണ്ട്. ഇവിടെയല്ലേ നിങ്ങൾ ഫുഡ് പറഞ്ഞേ? അല്ല, ഫംഗ്ഷൻ എന്തേലാണോന്ന് ഞാൻ ചോദിച്ചല്ലേ? അതെ, സത്യത്തിൽ ഒരാളുടെ പിറന്നാളാ. അത് വേറെ സ്ഥലത്ത് ആഘോഷിക്കാനാ തീരുമാനിച്ചത്. പിന്നെ അയാൾ സിനിമയുടെ ഭാഗമായോണ്ട് ഇങ്ങോട്ടാക്കിയെന്നേ ഉള്ളൂ. നിങ്ങൾ സാധനങ്ങളൊക്കെ ഇറക്കിക്കോ. പിന്നെ ഇവിടെ ആയതുകൊണ്ട് നിങ്ങൾക്ക് ഒരു എളുപ്പമുണ്ട്. വിളമ്പാനൊക്കെ പ്രൊഡക്ഷൻ കാറുണ്ടാവും. നിങ്ങളുടെ ഒരു മേൽനോട്ടം മാത്രം മതി. എന്നാലും നിങ്ങളത് പറയാറുണ്ട്, മോശമായിപ്പോയി. നിങ്ങൾക്കിപ്പോ എന്താ പ്രശ്നം? എവിടെയായാലും നിങ്ങൾ കൊണ്ടുവന്നല്ലേ പറ്റൂ. ഇതേതാ പടം? എന്റെ പൊന്ന് ചങ്ങാതി, നിങ്ങൾ ഇതൊക്കെ ഒന്ന് ഇറക്കി വെക്കാൻ നോക്ക്. ആ എടാ, ഇതൊക്കെ ഒന്ന് ഇറക്കി വെക്ക്. വാ, നമുക്ക് ഇറക്കാം. വാ. എടി മോളെ, നിനക്കൊരു കാഴ്ച കാണണോ? ദേ അങ്ങോട്ട് നോക്കിയേ, നോക്കടി. കണിമംഗലത്തെ തമ്പുരാനും ആറ്റുവാശ്ശേരിയിലെ തമ്പുരാട്ടിയും നമ്മുടെ സിനിമയിലെ സെറ്റിൽ ഭക്ഷണം വിളമ്പാൻ വന്നു. എന്തായാലും നീ പറഞ്ഞ ഐഡിയ ഏറ്റു. ഇന്നത്തെ ദിവസം നമുക്കുള്ളതാ. അതെ മുത്തശ്ശി, എന്നെ അവഗണിച്ച അവൻ അവളുടെ പുറകെ പോയത്. പ്രിയങ്കയുടെ യോഗ്യതകൾ എന്തൊക്കെയാണെന്ന് ഇന്ന് ഞാൻ അവനെ പഠിപ്പിക്കും. എടി, അവളൊന്ന് വന്ന് വിളമ്പട്ടെ. അതിനുള്ള കൂലി കൈയും മനസ്സും നിറച്ചു കൊടുക്കണം. മുത്തശ്ശി,
നാണം കെടുത്തുമ്പോ ഒരു വിട്ടുവീഴ്ചയും ചെയ്യരുത്. ആ ഇന്നിവിടുന്ന് തിരിച്ചു പോകുമ്പോ ജീവിക്കാനുള്ള ആഗ്രഹം പോലും രണ്ടെണ്ണത്തിന്റെ മനസ്സിലും ശേഷിക്കരുത്. പ്രത്യേകിച്ച് വരുണിന്റെ. എവിടെയെങ്കിലും ചെന്ന് കെട്ടി തൂങ്ങോ കടലിൽ ചാടുകയോ ചെയ്യട്ടെ. നമ്മൾ രണ്ടുപേരും ഇവിടെ ഉണ്ടെന്നറിയുമ്പോ അവരുടെ മുഖത്ത് വരുന്ന ഞെട്ടലുണ്ടല്ലോ, അതൊന്ന് കാണണം. ഈ സിനിമയുടെ പേരെന്താ? അറിയില്ല സാർ. ദാ അവരാണ് പ്രൊഡ്യൂസർ. രാധികെ, ഇപ്പൊ കാര്യങ്ങൾ വ്യക്തമായി. അയാളെ നമ്മുടെ അടുത്തേക്ക് ഭക്ഷണത്തിന് അയച്ചത് പ്രിയങ്കയും മുത്തശ്ശിയും ചേർന്ന. ഇതൊക്കെ കരുതി കൂട്ടി നമ്മൾ നാണം കെടുത്താൻ വേണ്ടി ചെയ്തതാ. വാ, നമുക്ക് തിരിച്ചു പോവാം. വരുൺ, ഇതിപ്പോ നമ്മുടെ ജീവിതമാർഗം. ഓരോ സ്ഥലം ഉപേക്ഷിച്ച് ഓടാൻ തുടങ്ങിയ പിന്നെ അതിന് നേരം കാണും. നമുക്ക് നമ്മുടെ ജോലി ചെയ്യാം. വാ. ആ അതൊന്ന് അവിടെ വെച്ചേ. എടോ, താനൊന്നിഞ്ഞു വന്നേ. എടോ, കൂടെ നേരെ പിടിക്കടോ. എന്താ മാഡം? എടോ, ഇന്ന് ഉച്ചയ്ക്ക് സ്പെഷ്യൽ സദ്യ വേണം. അത് ഏറ്റവും നല്ല സ്ഥലത്തൊന്ന് ഓർഡർ ചെയ്യാനല്ലേ പറഞ്ഞേ? ഇത് ആറ്റുവശ്ശേരി സദ്യയാണ് മാഡം, വളരെ പ്രസിദ്ധമാണ്. ആറ്റുവശ്ശേരി സദ്യയോ? അങ്ങനെ ഒരു പേര് ഞാൻ ഇതുവരെ കേട്ടിട്ടില്ലല്ലോ. ഓ, സ്വന്തം കുടുംബം നഷ്ടപ്പെട്ടവർക്ക് പിടിച്ചു നിൽക്കാനേ അന്യന്റെ തറവാട്ട് പേര് വേണമായിരിക്കും അല്ലേടോ? ഈ ഭക്ഷണം ഇവിടെ വിളമ്പണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ട ആളെ ദോ ആ വരുന്നതേ ഉള്ളൂ.